ഡിവൈഎഫ്ഐന്റെ സംഘടന അനുഭവസ്ഥർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇത് അധികാരികളിലേക്ക് എത്തുന്നത് നന്നായിരിക്കും. മാത്രമല്ല ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, ഒരു 12 മണി കഴിഞ്ഞ സമയത്ത് 1 മണി അമ്മ ഇവിടുന്ന് പോകേണ്ടി വരുന്നു. അമ്മയ്ക്ക് അവര് സുരക്ഷിതമായ ഒരു സ്പേസ് ഇല്ല. സേവാഭാരതിയുടെ ഒരു ബ്ലഡ് ബാങ്കിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ആ സെൻട്രൽ ലാബിൽ പോയിട്ട് നമ്മൾ ഇത് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി ഇത് കൊടുത്തിട്ട് 4 മണിയായിട്ടും ഈ കുട്ടി തിരിച്ചു വരണ്ടേ. നമുക്ക് വളരെയധികം ഫീൽ ചെയ്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആമിന ഷമീർ, തൃശൂർ. ഡീംസ് വാലി വ്ലോഗ്സ് എന്ന എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറച്ചു നാളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ അല്ലെ. മറ്റൊന്നുമല്ല, ഒരു ആശുപത്രി കേസുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഒരു ഗുഡ് ന്യൂസ് ആണ്, കാരണം മോള് ഡെലിവറി കഴിഞ്ഞു. 28-ാം തീയതി വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ പോയി. ഡെലിവറി ഏപ്രിൽ ഫുള്ളിന് തിങ്കളാഴ്ചയായിരുന്നു. അപ്പൊ നല്ല ഹാപ്പിയാണ്. ബേബി ബോയ് ആണ്. അപ്പൊ എല്ലാവർക്കും ഗേൾ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ സന്തോഷാണ്. കുഞ്ഞ് എന്തായാലും റാഹത്തായി സന്തോഷത്തോടു കൂടി അവൻ ഭൂമിയിലേക്ക് ജനിച്ചു വീണു. അത് ഞാൻ എല്ലാവരും ഹാപ്പിയിലാണ്. അപ്പൊ മോളിലൂടെ ഡെലിവറി മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മള് പ്രൈവറ്റില് കാണിക്കാൻ അവർക്ക് ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ ഗവൺമെന്റിൽ പോയത്. നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ എല്ലാവിധവും അസുഖങ്ങളൊക്കെ നമ്മള് ഗവൺമെന്റിൽ തന്നെ എടുക്കാറ്. കൂടുതൽ വിശ്വാസവും അവിടെ തന്നെയാണ്. ഒരുപാട് വൈകിയതിനു ശേഷമാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. കുറെ ദിവസത്തെ ഗ്യാപ്പിന്റെ. അപ്പൊ എല്ലാവരും വീഡിയോ കാണാം. മാത്രമല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. നമ്മള് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ, എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവർക്കും, അതായത് ഒരു ജീവന്റെ തുടിപ്പ് അവിടെ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലൊക്കെ അവർ റാഞ്ചി പിടിച്ചെടുക്കും. പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒക്കെ സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് അത് ആളുകൾ അവിടെ വരുന്നത്. കാരണം ചിലവര് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളായിരിക്കാം. അപ്പൊ അതിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഡോക്ടേഴ്സൊക്കെ ഒന്നിനൊന്ന് വെച്ചാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പ്രത്യേകമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് കാണാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ കണ്ടിരുന്നത് നിഷി മാമിനെയാണ്. നിഷി രോഷിനി മാം ആയിരുന്നു ഞങ്ങൾ കണ്ട ഡോക്ടർ. പക്ക ഡോക്ടറാണ് കേട്ടോ. മാത്രമല്ല അത് പറയുമ്പോൾ നമുക്ക് മറ്റൊന്നും കൂടി പറയേണ്ടതായിട്ട് വരും. മാഡത്തിന്റെ അസിസ്റ്റൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. നല്ല ബിഹേവ് ആയിരുന്നു. നമുക്ക് വളരെയധികം താല്പര്യം ഉണ്ടായി. അതുപോലെ തന്നെ അവിടെ നഴ്സുമാര് ഇത് എഡ്യൂക്കേഷനിൽ ഇരിക്കുന്ന, അതായത് ഫൈനൽ ഇയർ ആയ ആളുകൾ തൊട്ട് എന്താ പറയാ ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെയുള്ള ആളുകൾ. ഞങ്ങൾ ഫൈനൽ ഇയറിലായ കുട്ടികളൊക്കെ ആയിട്ട് നല്ലപോലെ സംസാരിക്കാൻ അവർ നമ്മളോടുകൂടി ഭയങ്കര അറ്റാച്ച്ഡായി. അപ്പൊ വളരെ സന്തോഷമായിരുന്നു. നല്ല നല്ല ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കിട്ടി. ഞങ്ങൾക്കൊരു ഇന്റിമേറ്റ് ബെഡിന്റെ തൊട്ട് കിടന്നിരുന്ന ഒരു കുട്ടിയെ നമുക്ക് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ മറ്റ് കുറച്ച് 2 റൂം അപ്പുറം കിടന്നിരുന്ന ഒരു റസീന, അവർ ഒറ്റപ്പാലത്തുള്ളവരാണ്, അവരുടെ ഫാമിലി. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല നല്ല കൂട്ടുകെട്ടുകൾ നമുക്ക് കിട്ടി. അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലേ. അപ്പൊ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ട് പണ്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ഒന്നും അല്ല കേട്ടോ. കാരണം പണ്ടൊക്കെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ മൂക്കൂട്ടിട്ടൊക്കെ നടക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഇപ്പൊ അവിടുത്തെ ജോലിക്കാരും അവിടുത്തെ എന്താ പറയാ എല്ലാ ജീവനക്കാരും ഒന്നിനൊന്ന് മെച്ചാണ്. അത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം അവര് വാങ്ങുന്ന വേതനത്തിനുള്ള ജോലി അവരവിടെ ചെയ്യുന്നുണ്ട്. കാരണം ഓരോ കാര്യം അവിടെ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ഒന്നല്ല. വളരെ താഴ്ന്ന നിലയിൽ നിന്നും വലിയ നിലയിലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിലപ്പോ അവിടെ ബോർഡും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓരോ വേസ്റ്റ് ബോക്സുകളൊക്കെ വെച്ചിട്ട് ആ ബോക്സിന്റെ മുമ്പിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന ബോക്സിൽ ഇന്ന വേസ്റ്റ് ഇടണമെന്നൊക്കെ. പക്ഷെ ആളുകളൊന്നും അതൊന്നും ചെയ്യാറില്ല. നമുക്ക് പാവം തോന്നും കേട്ടോ. ചേച്ചിമാരൊക്കെ വന്നിട്ട് ഓരോന്നും നമ്മളെടുത്ത് ഇങ്ങനെ പറയണ്ട, കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ട ആളുകൾ നമ്മളിതൊക്കെ എഴുതി വെച്ചിട്ടും ഇവരിങ്ങനെ തന്നെ കാണിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാവം തോന്നും. കാരണം എന്താ വെച്ചാൽ അവര് കൈമ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ വേസ്റ്റ് ഒക്കെ കൈകൊണ്ട് തിരുത്തി മാറ്റിയിട്ടൊക്കെ അവര് കൊണ്ടുപോകണ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. എന്നാൽ ഇവരുടെയൊക്കെ ആത്മാർത്ഥത കാണുമ്പോൾ നമുക്ക് പണ്ട് കാലത്തിലേക്ക് നമ്മൾ പലപ്പോഴും പോകും. പണ്ട് അങ്ങനെയല്ല, അങ്ങനെ ചളിഞ്ഞു നാട് അവിടെ കുട്ടിയൊക്കെ കിടക്കുന്നുണ്ടാവും. ഇപ്പൊ അതൊന്നും അല്ല കേട്ടോ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ വെല്ലുന്നതാണ് നമ്മുടെ
മെഡിക്കൽ കോളേജ്. ഇപ്പൊ ഞാൻ പറയുന്ന മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് അനുഭവസ്ഥരായ കുറെ ആളുകൾ എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടാകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ സെൻട്രൽ എന്താ പറയാ ലാബിൽ കൊണ്ടുപോയിട്ട് നമ്മള് ടെസ്റ്റിന് കൊടുക്കാറുണ്ട്. നമുക്ക് എപ്പോഴും ടെസ്റ്റിന് അവർ തരുമ്പോൾ സെൻട്രൽ ലാബിലാണ് കൊണ്ടു കൊടുക്കാൻ പറയാറ്. അപ്പൊ നമ്മൾ ഇത് എഴുതി തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതുപോയിട്ട് BPL ആയാലും APL ആയാലും BPLകാർക്കൊക്കെ സീൽ ചെയ്യണം. അപ്പൊ നമ്മൾ സീൽ ചെയ്യാൻ ഒരു കൗണ്ടറിൽ പോയിട്ട് അവിടെ ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇത് സെൻട്രൽ ലാബിൽ കൊണ്ടു കൊടുക്കുമ്പോഴോ അവിടെ നമ്മൾ ക്യൂ സിസ്റ്റം തന്നെയാണ്. ഓക്കെ, അതെല്ലാവർക്കും പാലിച്ചേ പറ്റും. പക്ഷെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, ഒരു 12 മണി കഴിഞ്ഞ സമയത്ത്, 1 മണിയുടെ 12 മണിയുടെ ഉള്ളിലായിട്ട് നമുക്ക് ഇതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ ലാബിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു. അവിടെ ചെന്ന് അപ്പൊ എന്റെ കൂടെ മോളും ഉണ്ടായിരുന്നു. ഇത് കൊണ്ട് കൊടുത്തിട്ട് 4 മണിയായിട്ടും ഈ കുട്ടി തിരിച്ചു വരണ്ടേ. കാണാതായപ്പോ നമ്മൾ അങ്ങ് ചെന്ന് നോക്കുമ്പോ അപ്പോഴും ലൈൻ പെൻഡിങ്ങിലാണ്. ഇത്ര നേരം നിന്നൊന്ന് ആലോചിക്കുന്നുണ്ട. 4 മണിക്കൂറിലധികം അവിടെ നിന്നിട്ടും ഈ ബ്ലഡ് അവിടെ കൊടുക്കാൻ സാധിച്ചില്ല. സാമ്പിൾ കൊടുത്താലാണ് അവരവിടെ എഴുതി വെച്ചിട്ട് അവർ നമ്മുടെ ടൈം പറയും, ഇന്ന ടൈമിൽ നിങ്ങൾ വായോ എന്ന് പറയും. നമ്മൾ ആ ടൈമിൽ പോയിട്ട് അത് കളക്ട് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഡോക്ടേഴ്സ് നമ്മളെടുത്ത് ചോദിക്കും അത് കിട്ടിയോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ടൈം വൈകാണ്. അതിനിടയിൽ ഓരോ ആളുകളും അവരുടേതായ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുടെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സ് അധികമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ പെർമിറ്റഡും അല്ല. ഒരു ആളുടെ കൂടെ ഒരൊറ്റ ബൈസ്റ്റാൻഡറെ പാടുള്ളൂ. ഇവര് ഒരു ബൈസ്റ്റാൻഡർ ആണെങ്കിൽ ആ ബൈസ്റ്റാൻഡർ ഇവിടെ വന്ന് ക്യൂ നിൽക്കുകയാണെങ്കിലത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. 4 മണിക്കൂറൊക്കെ തുടർന്ന് ഇങ്ങനെ നിൽക്കുമ്പോ ഇവിടെയുള്ള ഈ പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ്? അങ്ങനെ പല ആളുകളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ല. ഇപ്പൊ എന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് എന്റെ കൂടെ കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾക്കൊന്നും നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒരാൾ മാത്രമാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ കാര്യമാണ്. കാരണം അന്ന് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം കുട്ടീനെ കാണാണ്ടായിട്ട് ഞാനിവിടെ പേഷ്യന്റിനെ കിടത്തിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അപ്പൊ വീണ്ടും അവിടെ നിൽക്കുകയാണ് കുറച്ച് പേര്. അവസാനം ഞാൻ ആ കുട്ടിക്ക് കാല് കിടന്നപ്പോ കുട്ടിയുടെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞ് ഞാൻ കയറി ലൈനിൽ നിന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ്സിന്റെ കെയർ ഓഫിൽ കുറച്ച് ആളുകൾ വരും. അപ്പൊ അവരെ പരിഗണിച്ചതിന് ശേഷമാണ് പിന്നെ അവിടെ ലൈനിൽ നിൽക്കണവരെ പറ്റുള്ളൂ. അങ്ങനെ വേണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമുക്ക് സേവനം ചെയ്യുന്നത്, നമുക്ക് വേണ്ടി അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം കൊടുക്കുന്നത് പോസിറ്റീവാണ്. പക്ഷെ വേറൊരു കാര്യം എനിക്ക് തോന്നിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം മറ്റൊരാളെ ഏൽപ്പിച്ച്, അല്ലെ, അതല്ലെങ്കിൽ ഒരു ടൈമിൽ ഇന്ന ടൈമിൽ നിങ്ങൾ വരൂട്ടോ അപ്പൊ ഞാൻ എടുത്തു വെക്കാന്ന് പറഞ്ഞിട്ട് ഇവരെ നിർത്തുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് ഓരോ പോയിന്റ് ഒരു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് അത് അലോസരമായിട്ട് ഒരു പക്ഷെ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് പല വ്യക്തികൾക്കും തോന്നുകയാണ്. അപ്പൊ ഓഫീസേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ ഒരു ബില്ലൊന്നല്ല അവരുടെ കയ്യിൽ ഉണ്ടാവുക, 2-3 ബില്ലൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം അവിടെ നിൽക്കുന്ന ആളുകളെ വേദനിപ്പിക്കാറുണ്ട്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സൊല്യൂഷനും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ അവർക്കൊരു കൗണ്ടർ വേറെ ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നായിരിക്കുക എന്ന് പറഞ്ഞു. കാരണം അതവിടെ നിൽക്കുന്നവർ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രം. അതുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം. പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ലേബർ റൂമിൽ കിടക്കുമ്പോൾ, ലേബർ റൂം മീൻസ് പ്രസവ വാർഡിലേക്ക്, ലേബർ റൂമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ വാർഡിലേക്ക് ആക്കും. അങ്ങനെ വാർഡിൽ കിടക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, സുഖാണ്, എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ്, എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലിയും കാര്യങ്ങളും എല്ലാമാണ്. പക്ഷെ വേറെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡെലിവറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞ് അവിടെ കിടക്കുമ്പോ നമുക്കറിയാലോ അല്ലെ, പ്രസവിച്ച ലേഡീസിനൊക്കെ നമ്മൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. അവിടെ വലിയൊരു ഹീറ്റർ ഉണ്ട്. ആ ഹീറ്ററിനകത്ത് ഒരു 3:30, അതായത് AM 3:30 തൊട്ട് 7 മണി വരെ അവിടെ ഹീറ്റർ ഓൺ ചെയ്തിടും. അപ്പൊ നല്ല കാര്യമാണ് അല്ലെ, അൽഹംദുലില്ലാഹ് എല്ലാവർക്കും അത്രയും നേരം വരെ ചൂടുവെള്ളം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. പക്ഷെ അനുഭവത്തില് ഗുണം തുച്ഛമാണ്. കാരണം ഒരു 3:30 ഒരു ദിവസം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. 3:30 ആയപ്പോ ഞാൻ ചെന്നു, അപ്പൊ ഓണല്ല. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ സിസ്റ്റർ ഓൺ ചെയ്തു. പക്ഷെ 10 മിനിറ്റില് 15 മിനിറ്റില് അരമണിക്കൂറല്ല, ഇത്രയും നേരം നിന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം തികച്ച് ചൂടായിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഒരുപാട് നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഒരു ബക്കറ്റും പിടിച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം മറ്റുള്ളവർക്ക് വെള്ളം എടുക്കണ്ടേ. അപ്പൊ വെള്ളം നനുത്ത പച്ചവെള്ളമായിരിക്കും ചിലപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് വരാം. വെള്ളം ഒന്ന് ചൂടായി വരും, ചിലപ്പോ നല്ല ചൂടിൽ വരും. പക്ഷെ ആ വെള്ളം
ചൂടായ വെള്ളം തണുപ്പിക്കുന്ന തരത്തിലായിരിക്കും പിന്നെ അതിലേക്ക് വെള്ളം വന്ന് വീഴുക. അപ്പൊ ഒരു ബക്കറ്റ് വെള്ളം നല്ല ചൂടിൽ നമുക്ക് കിട്ടാൻ വളരെ റയറാണ്. അതെന്താണ്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഹീറ്ററിന്റെ കംപ്ലൈന്റ് ആയിരിക്കും തോന്നുന്നു. ഞാൻ അവിടെ കംപ്ലൈന്റ് പറയുകയുണ്ടായി. അവിടുത്തെ സിസ്റ്ററിനോട് ഞങ്ങൾ പറഞ്ഞു തീരെ ചൂടാവുന്ന സിസ്റ്റർ. അപ്പൊ അവര് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ചൂടാവും എന്ന് പറഞ്ഞു. നമുക്കത് ചൂടായി ഒന്നും കിട്ടിയില്ല. പക്ഷെ ചില ആളുകൾക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഒരുപക്ഷെ അതിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. അതൊന്ന് പരിഗണിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്യാവശ്യമാണ്. അപ്പൊ ചൂടുവെള്ളം ഒഴിച്ചാൽ അത് ആ ഒരു എന്താ പറയാ കുറവ് ഒന്ന് പരിഗണിക്കാൻ ഇത് അധികാരികളിലേക്ക് എത്തുന്നത് നന്നായിരിക്കും. മാത്രമല്ല ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് അതുപോലെയുള്ള സംരംഭങ്ങളിലേക്കൊക്കെ സംഭാവനകൾ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആരുടെയെങ്കിലും കയ്യിൽ ഈ വീഡിയോ കിട്ടിയിട്ട് നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു സൽക്കർമ്മം ചെയ്തെന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഉപകാരമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആ ഹീറ്റർ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നം അങ്ങനെ തീർന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ക്യാൻറ്റീനുകളുണ്ട്. ക്യാൻറ്റീൻ, അതിന്റെ ഉള്ളിൽ തന്നെയായിട്ട് ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ചായ ഉണ്ടാവും, കടി ഉണ്ടാവും. രാവിലെയൊക്കെ ഭയങ്കര തിരക്കാട്ടോ. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ ചായ മേടിക്കാൻ ക്യൂ നിൽക്കുന്നു. പക്ഷെ ചായ മേടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മള് ബില്ലടിക്കണം. ഈ ബില്ലടിക്കാനായിട്ട് നമ്മൾ ഒരു ക്യൂ നിൽക്കുന്നു. അങ്ങനെ ക്യൂ നിന്ന് നമുക്ക് ബില്ലടിച്ചു കഴിഞ്ഞാൽ ഒരു ചായയും കടിയും മേടിക്കാനുള്ള ആളാണെങ്കിൽ ചായ മേടിക്കാൻ മറ്റൊരു കൗണ്ടറിൽ നിൽക്കണം. ഇതൊക്കെ ക്യൂ സിസ്റ്റം ആണ് കേട്ടോ. അതാണ് സങ്കടം. ഇവിടെ നിൽക്കി അതേ ആൾ ഇങ്ങോട്ട് മാറി നിൽക്കാം, അതൊന്നും പറ്റൂല. കാരണം ഇവിടെ നിൽക്കുന്ന ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കിലാണ് അടുത്ത ആൾക്ക് ചെന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചായ മേടിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ അടുത്ത കൗണ്ടറിൽ വന്ന് നിൽക്കണം. അങ്ങനെ ഒരു 2-3 കൗണ്ടറാണ് 2 കടിയും ഒരു ചായ മേടിക്കാനുള്ള അവസ്ഥ. ഒരാലോചിച്ച് നോക്കട്ട. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ കിടക്കുന്ന പേഷ്യൻസിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതും ഒന്ന് പരിഗണിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാൻ ചായ മേടിക്കാൻ അവിടെ ചെന്ന് നിന്നപ്പോ ഒരു സഹോദരൻ അവിടെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. എന്തുട്ടാടോ ഇത്, ആകെ 2 കടിയും ഒരു ചായയാണ് വേണ്ടത്, ഇത് നിങ്ങൾ 16 കൗണ്ടറിലേക്ക് എന്തേ ഞങ്ങളെ പറഞ്ഞു വിടുന്നേന്ന് ആ മനുഷ്യൻ ചോദിക്കണ്ടേ. അപ്പൊ എനിക്കും തോന്നിയത് ന്യായമായ ചോദ്യമല്ലേ എന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 കടിയും ഒരു ചായയും വാങ്ങണമെങ്കിൽ 3 കൗണ്ടർ കടന്നിട്ട് വേണം ഈ സംഗതി അവരെ കയ്യിൽ കിട്ടാനായിട്ട്. അപ്പൊ നമ്മളിത് അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞെന്താ വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ നിർവാഹമില്ല. അതാണ് അവരെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഒരു കുറെ 2-3 കടകൾ ഉണ്ടെങ്കിൽ അവര് നിർബന്ധിതരാവും. എന്തിന്? ഇങ്ങനെയാണോ കസ്റ്റമേഴ്സ് വരുന്നത്, ആ കസ്റ്റമേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് ഫുഡ് കൊടുക്കാനായിട്ട്, അതല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് എന്താണോ അത് കൊടുക്കാനായിട്ട് ഇവരെ നിർബന്ധിതരാവും. അപ്പൊ അവര് കൊടുക്കപ്പെടും. അപ്പൊ അതും ഒന്ന് പരിഗണനയിൽ വെക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമാണ് കാര്യമുള്ളൂ. ഒരുപാട് ഗുണം നമുക്ക് ഈ മെഡിക്കൽ കോളേജ് കൊണ്ടുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മെഡിക്കൽ കോളേജ് ഒന്നുമല്ല, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ യുക്തമായി അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫ്സുകളൊക്കെ വളരെ നീറ്റായിട്ട് ആളുകളോട് ബിഹേവ് ചെയ്യാൻ എന്താ പറയാ കാണിക്കുന്ന അവരുടെ മനസ്സ്, അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്താൽ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ പോയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ. അപ്പൊ നമ്മള് അതുപോലെ തന്നെ മറ്റൊരു വിഷയം കൂടി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മള് ഓപ്പറേഷനോ അല്ലെങ്കിൽ ഇപ്പൊ പ്രസവ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മള് ആർദ്രത്തിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നേ ഒരുപാട് നേരം ഞങ്ങള് ഏകദേശം ഒരു 8:30 കൂടിയ സമയത്താണ് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ഷീറ്റ് എഴുതി കിട്ടിയത്. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. മാത്രമല്ല ബേബീനെ കാണേണ്ട ഡോക്ടറെ കാണിക്കണം, ഡെലിവറി പേഷ്യന്റിനെ കാണുന്ന ഡോക്ടറെ കാണിക്കണം. അപ്പൊ ഇവര് 2 കൂട്ടരെയും, ഇപ്പൊ ബേബീനെ ഡിസ്ചാർജ് ചെയ്യുന്നത് ബേബിയുടെ ഡോക്ടേഴ്സ് ആണ്, ഡെലിവറി പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഡെലിവറിയുടെ അവരുടെ ആ വകുപ്പാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 2ഉം കൂടി കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഏത് ടൈമിലാണ് തിരിച്ചു പോരാൻ തയ്യാറാവണം. അപ്പൊ അവിടെ നമ്മൾ ആദരത്തില് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, അവിടെ സീൽ ചെയ്ത് തരണം. ഇങ്ങനെയൊക്കെ ഒരുപാട് നേരാണ് അവിടെയൊക്കെ എടുക്കുന്നത്. വളരെ അപ്പൊ ആലോചിക്കണട്ടോ, ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോ ഞങ്ങൾ ഏകദേശം ഒരു 8:30-9 മണി 8:30 കൂടി 8-9 മണിയുടെ ഉള്ളിൽ കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നത് 12:30 ആയിട്ടാണ് ഞങ്ങൾക്ക് അതൊക്കെ ഒരു ഫില്ലായിട്ട് കിട്ടിയത്. അപ്പൊ ആ ഒരു ദൈർഘ്യമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ ഒരുപാട് കസ്റ്റമേഴ്സിന് അത് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു വിഷയം. അത് മാത്രല്ല കേട്ടോ, നമുക്ക് വളരെയധികം ഫീൽ ചെയ്ത ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മള് കുഞ്ഞിനെ
ഇപ്പൊ ഒരു കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അവരെ ഇപ്പൊ കാഷ്വാലിറ്റിയിലല്ല ICUലൊക്കെ കിടത്തേണ്ടി വന്നു കഴിഞ്ഞാല് ഓൾറെഡി അമ്മ ഇവിടെ വില്ലിങ് ആണ്. അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അമ്മേനെ ഡിസ്ചാർജ് ചെയ്തു വയ്ക്കാം. പക്ഷെ കുട്ടി അവിടെ ICUലായിരിക്കാം, കുട്ടികളുടെ ICUലായിരിക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു, കുട്ടികളുടെ ICUലുമാണ്. അങ്ങനെ ആവുമ്പോ അമ്മ ഇവിടുന്ന് പോകേണ്ടി വരുന്നു. അമ്മയ്ക്ക് അവിടെ സുരക്ഷിതമായ ഒരു സ്പേസ് ഇല്ല, ആ കസേരയിൽ ഇരുന്ന് സമയം കഴിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ബൈസ്റ്റാൻഡേഴ്സിന്റെ കാര്യം പോട്ടെ, പക്ഷെ ആ പ്രസവിച്ച ആ പേഷ്യന്റിന്റെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അമ്മയും കുഞ്ഞിന് സുരക്ഷിതമായി നിൽക്കാനായിട്ടുള്ള ഒരു അവസ്ഥയും കൂടി അവിടെ സംജാതമാണെങ്കിൽ വളരെ നന്നായിരിക്കും എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾ, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെയും അമ്മയെയും ഒരേ ദിവസം ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ കുട്ടികൾ പ്രീമച്ചുറായ കുട്ടികൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ എന്താ പറയാ മറ്റു പല പ്രോബ്ലങ്ങളുമായിട്ട് മഞ്ഞ വന്നിട്ടൊക്കെ കുട്ടികളെ ICUല് കിടത്തും. അങ്ങനെ വരുന്ന കുട്ടികളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സമയം എടുക്കും. പക്ഷെ ഇവിടെ അമ്മയ്ക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ അമ്മയ്ക്ക് കിട്ടുകയില്ല. പിന്നെ അതിപ്പോ അമ്മയ്ക്ക് അവിടെ എന്തെങ്കിലും സൗകര്യം ഇരിക്കാനോ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ കൂട്ടിരിപ്പുകാർക്ക് സൗകര്യമില്ല അല്ലെ. നമുക്കറിയാലോ അല്ലെ, ഒരു മനുഷ്യന് എത്ര നേരം നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര നേരം ഇരിക്കാൻ പറ്റും. എല്ലാവർക്കും എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എന്നൊരു തോന്നല ഉണ്ടാവാല്ലേ. അപ്പൊ അവിടെ ഇവിടെയൊക്കെ വഴിയാധാരമായതുപോലെയുള്ള കിടപ്പും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കഷ്ടം തോന്നി. അപ്പൊ എന്തായാലും നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ സേവനമൊക്കെ വളരെയധികം മാറ്റപ്പെട്ടിരിക്കുന്നു. അല്ല 100% പെർഫെക്റ്റ് ആയ സർവീസ് ഒക്കെ എല്ലാവരും തരുന്നുണ്ട്. മാത്രല്ല അവിടുത്തെ ആളുകള് നമ്മളോട് കാണിക്കുന്ന അതേ റെസ്പെക്ട് നമ്മൾ അവർക്കും കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് രോഗികളായിട്ട് വരുന്ന ആളുകള് നമ്മൾക്ക് പല വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾ നിരന്തരം ഇത് കണ്ട് അവർക്ക് ചിലപ്പോൾ അത് സില്ലി ആയിട്ട് ഫീൽ ചെയ്യും. അതിന് നമ്മൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല, അവർ നിരന്തരം ഇത് കാണുകയാണ്. അപ്പൊ അതില് നമ്മളെക്കാൾ മുന്നേ വന്ന ആളുകളിൽ ചില തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയ ആളുകൾ ഉണ്ടാവും. ഒരുപക്ഷെ അവർ നമ്മളെയും ആ കണ്ണിൽ കണ്ടുകൂടാന്നൊന്നുമില്ല അല്ലെ. കാരണം ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ സമയമെടുക്കും. ആ സമയമൊക്കെ ആക്കി നമ്മളെ അവർ മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് വിട്ടുപോന്നിട്ടുണ്ടാവും. അവ എന്തായാലും മെഡിക്കൽ കോളേജിന്റെ അനുഭവങ്ങളൊന്നും പറയാതിരിക്കാൻ തോന്നിയില്ല. ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം ഭക്ഷണം നിർബന്ധമായിട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും ഇപ്പൊ എന്താ പറയാ ഭക്ഷണത്തിന്റെ ഒരു ചെലവ് താങ്ങാവുന്നതിന്റെ അപ്പുറമാണ്. പക്ഷെ നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെല്ലുകയാണെങ്കിൽ ഓരോ ടൈമിങ്ങിലും അവർക്ക് രാവിലത്തെ കഞ്ഞി, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറ്, ഇങ്ങനെ ഓരോ സംഘടനകളായിട്ട് ഇപ്പൊ സേവാഭാരതിയുടെ വക വരുന്നുണ്ട്, DYFIന്റെ സംഘടനയുടെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പൊ നോമ്പ് കാലത്തൊക്കെ മുസ്ലിം ലീഗിന്റെ, അങ്ങനെ ഒരുപാട് ആളുകൾ. അത് പാർട്ടി നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ, അവരൊരു രാജ്യസേവനം പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊക്കെ. പക്ഷെ ഉപകാരപ്പെടുന്നത് ഒരുപാട് പാവങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷെ കുറെ ആളുകൾ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വേസ്റ്റ് ബോക്സിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് സങ്കടമാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുതിച്ചോറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിയിട്ട് അതിനകത്ത് സെർച്ച് ചെയ്യാൻ അതിനകത്ത് എന്താണെന്ന് കറിയുള്ളത്. അപ്പൊ അവർക്ക് പറ്റുന്ന നല്ല കറികളാണെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടുന്ന ചില ആളുകളും കൂടി ഉണ്ട്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ എന്റെ വീഡിയോ കാണുന്ന ആളുകൾ അത് ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അത് ചെയ്യാതിരിക്കാനുള്ള പ്രവണത ഉണ്ടാവാൻ അത് ഉപകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്ര കഷ്ടപ്പെട്ടിട്ട ഓരോ വീടുകളിൽ നിന്നും ഈ പൊതിച്ചോറുകൾ കൊടുക്കണേന്ന് അറിയാം. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോ നമ്മൾ 1, 2, 3 ഒക്കെ പാക്കറ്റുകൾ കൊടുക്കുന്നവരുണ്ടാവാം. പക്ഷെ ഈ പാക്കറ്റുകൾ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ അത് കൊടുക്കാനുള്ള കഴിവൊന്നും ഉണ്ടായെന്ന് വരില്ല. ചില ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടൊരിക്കൊരു കത്ത് വായിക്കണ്ടായില്ല, എന്റെ വീട്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ ഓരോ ആളുകളും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ വിഭവങ്ങളും ഉണ്ടാക്കുന്നത്. ചിലപ്പോ ഒരു ചമ്മന്തി ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു മുട്ട പൊരിച്ച് വെക്കുമായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാറുകൂട്ടാൻ ഉണ്ടാക്കി വെക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് അതീവ രുചിയോടുകൂടി തിന്നാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാവണം. വിശപ്പില്ലാത്തവനാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ബോക്സിലൊക്കെ പോയി നോക്കുമ്പോൾ സങ്കടം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോറായാലും കറിയായാലും അങ്ങനെ എല്ലാ വിഭവങ്ങളും അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു നിലയ്ക്ക്
അതിനെ അങ്ങ് വേസ്റ്റ് ബോക്സിൽ ഇടുന്ന ഒരു പ്രവണത ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അതിനൊന്നും ഇല്ലായ്മ ചെയ്യുന്ന വളരുന്നത് ആവശ്യക്കാർ മേടിക്കുക. എന്നിട്ട് ചിലപ്പോ ചില ആളുകൾക്ക് കിട്ടാതെ വരുന്നുണ്ട് അല്ലെ, ഫുഡൊന്നും കിട്ടാതെ വരും. അതില് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല, വലിയ ആളുകളും മേടിക്കുന്നുണ്ട്, ചെറിയ ആളുകളും എല്ലാവരും ക്യൂ നിന്നുകൊണ്ട് തന്നെ ഇത് മേടിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കൊടുക്കുന്ന ആളുകൾ അവിടെ കൂട്ടിരിപ്പുകാർക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇൻപേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കാർഡ് ഉണ്ടല്ലോ, അവിടെ നിൽക്കാനുള്ള ഒരു കാർഡ് ഉണ്ട്. ആ കാർഡ് ഒരു മഞ്ഞക്കാർഡ്, ആ മഞ്ഞക്കാർഡ് കയ്യിലുള്ളവർക്ക് രണ്ട് പൊതി ചോറ് കൊടുക്കും. അപ്പൊ അതൊക്കെ വളരെ ഉപകാരമാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദീർഘായുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം അതൊക്കെ ഒരു സന്മനസ്സിന്റെ ഭാഗമാണ്. അത് പാർട്ടിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ ആളുകൾക്കും ടേസ്റ്റുകളുണ്ട്. എന്നുവെച്ചാ എന്താ പറയാ, സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പല ആളുകൾ പല രീതിയിൽ ചെയ്യണമെന്ന് മാത്രം. ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും ഫുഡ് മേടിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഇപ്പൊ ഫുഡിന്റെ ഒരു വിലയൊക്കെ നമുക്ക് നന്നായി അറിയാലോ അല്ലെ. ഞാൻ പറയാല്ലേ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു 5 നൂലപ്പവും രണ്ട് ചായയും മേടിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ അതിന്റെ കൂടെ കറിയൊന്നും ഉണ്ടാവില്ല. എന്നിപ്പോ ഒരു സാമ്പാർ വെക്കാൻ പറഞ്ഞു 80 രൂപ അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കി. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചായയുടെ ചെലവ് അതാണെങ്കിൽ പിന്നെ വരുന്ന ചെലവുകൾ എത്ര മാത്രമായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു അനുഗ്രഹം മാത്രമാണ്. അതുപോലെ തന്നെ രാവിലെ കഞ്ഞി ഇതിനൊക്കെ പുറമെ കുടിക്കാനുള്ള വെള്ളം വരെ, കരിങ്ങാലി വെള്ളം വരെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. അത് ചർച്ചിന്റെ വകയായിട്ടാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊന്നും വിസ്മരിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊണ്ടുപോകുന്ന വണ്ടികളോ കാര്യങ്ങളോ ഒക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ പെയ്ഡ് പാർക്കായിരുന്നു. ഇപ്പൊ അത് ഫ്രീ പാർക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതും ഒരു ഉപകാരം തന്നെയാണ്. ഇപ്പൊ എല്ലാവരും ഉള്ളവരൊന്നും ആവില്ല. ചിലപ്പോ അവിടെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് വന്നു കഴിഞ്ഞാല് അതിന്റെ പാർക്കിംഗ് പൈസ കൊടുക്കണം. അതിനൊക്കെ ഒരുപാട് മാറ്റം മെഡിക്കൽ കോളേജിന് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ മെഡിക്കൽ കോളേജിന്റെ അടുത്തായിരുന്നു എന്റെ വീട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പാടാണ് പോയത്. അത് ശരിയാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ പോകും. അത് ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലോ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഉപകാരമുള്ള ഒരു ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകം തന്നെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ വെല്ലുന്ന പ്രവർത്തികളാണ് ഇന്ന് നമുക്ക്, അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് നമുക്ക് നേരിടാൻ കഴിയുന്നത്, നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പൊ അതിനൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് ആരോടെ നന്ദി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികളോടും പ്രവർത്തകരോടും തന്നെയാണ്. പക്ഷെ അവിടെ വരുന്ന ചെറിയ ചെറിയ ആ ഒരു എന്താ പറയാ നെഗറ്റിവിറ്റി അത് കൂടി ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ അവിടെ നഴ്സിംഗ് പഠിക്കുന്ന ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികളെ കാണാൻ അവരോട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, എന്തായാലും വളരെ നല്ല ബിഹേവും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അവരുടെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു, നമുക്ക് നാടിന്റെ സമ്പത്താണ് നിങ്ങൾ, അപ്പൊ നിങ്ങളുടെ സേവനമൊക്കെ നമ്മുടെ നാടിന് തന്നെ വേണ്ടട്ടാന്ന് പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അവര് പറഞ്ഞ നമ്മുടെ നാടിന് സേഫ് ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ ഔട്ട് ഓഫ് കൺട്രീസിന് കുറച്ചു നാൾ പോയി നിന്നുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് എടുത്ത ബാധ്യതകളും മറ്റൊക്കെ തീർത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് നാടിന് സേവിക്കാൻ പറ്റുള്ള ചേച്ചി എന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ, അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക അല്ലെ, നമ്മുടെ നാട്ടില് ഒരുപാട് പവർഫുൾ ആയ ആളുകളുണ്ട്. ഈ പവർഫുൾ ഉള്ള ആളുകളൊക്കെ അന്യരാജ്യങ്ങളെയാണ് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അല്ലെ. പഠിച്ച് എന്താ പറയാ ഉയർന്നു വരാൻ അവർക്ക് നല്ലൊരു കോസ്റ്റ് പോകുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ തന്നെ എത്ര പാടായിരിക്കും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ആളുകള് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ എവിടെ നിന്ന് നേടിയെടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്നു, അവര് ഔട്ട് ഓഫ് കൺട്രീസിലേക്കാണ് ചേക്കേറുന്നത്. അത് നമ്മുടെ നാടിന്റെ ഒരു നഷ്ടം തന്നെയാണ്. അത് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു തല അല്ലെ, അവരുടെ തലയില് ഒരുപാട് കാര്യങ്ങൾ ഒതുക്കി, പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾ ഒരുപാട് പവറുള്ള ആളുകളുണ്ട്. പക്ഷെ അവരുടെ പവറൊക്കെ വിനിയോഗിക്കുന്നത് അന്യ രാജ്യക്കാരാണ്. നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അത് ഉപകരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇവിടെ എത്തിപ്പോകുമെന്ന് നമുക്ക് പ്രവചിക്കാനാകില്ല. അപ്പൊ നമ്മുടെ ഭരണാധികാരികളുടെ ഒരു ശ്രദ്ധ ഇതിനു കൂടി ഉണ്ടായിരിക്കേണ്ടത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ
പഠിതാക്കളും നമ്മുടെ നാട്ടിലെ പവർഫുൾ ആയ ഉദ്യോഗാർത്ഥികളെയൊക്കെ നമ്മുടെ നാട്ടിൽ നിയമിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫാം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കി വരുമ്പോ ആ കമ്പനിക്ക് വന്നൊക്കെ സാങ്ഷൻ കിട്ടാനൊക്കെ വരുന്നൊരു പാട് എന്താണ് അല്ലെ. മറ്റു രാജ്യങ്ങൾ വിപുലീകരിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഒരുപാട് ഉന്നതിയിലേക്ക് അവർ വരുന്നതിന്റെയൊക്കെ കാരണങ്ങൾ അവിടെയൊക്കെ പൊടിക്കൂണുകളെ പോലെ ഫാമുകളും കമ്പനികളൊക്കെ ഉണ്ടായി വരികയാണ്. അതിന്റെ ഉപകാരം ആ നാട്ടിലുള്ള ആളുകൾക്കാണ്. അവിടെ തൊഴിലുണ്ടാകുന്നു, അവിടെ ആളുകൾ നല്ല രീതിയിൽ ഉയർന്നു വരുന്നു. അപ്പൊ സമ്പദ് രാഷ്ട്രങ്ങളായിട്ട് അവരൊക്കെ മാറുന്നു. നമ്മൾ ഇല്ലായ്മയിലേക്ക് കൂപ്പുകുത്തുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞു. കാരണം നമുക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഇത് അധികാരികളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ചില്ലറയൊന്നല്ല അല്ലെ. നമ്മളൊരു ബ്ലഡ് ബാങ്കിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ആ സെൻട്രൽ ലാബിൽ പോയിട്ട് നമ്മൾ ഇത് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്തോരം നേരം അവിടെ നിൽക്കേണ്ടി വരുന്നത്. അപ്പൊ അവിടെ ഒന്നുകിൽ ലേബേഴ്സിന്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ അവര് ഒരു സ്പീഡാവാത്തത് കൊണ്ടായിരിക്കാം, അങ്ങനെ പല കാരണങ്ങളും ആയിരിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് പരിഗണിക്കപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാൻറ്റീന്റെ കാര്യം പറഞ്ഞത് അത് അത്യന്താപേക്ഷിതമായി പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടിയും ഒരു ചായയും മേടിക്കാനായിട്ട് 3 കൗണ്ടർ കടന്നു പോവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. നമുക്കൊരു ചായ കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചായ കുടിക്കണ്ടേ. അത് ഒരു സ്ഥലത്ത് മാത്രം ഉള്ളെങ്കിൽ ഇതിന് പറയും വേണ്ട അല്ലെ. അപ്പൊ അതും ഒന്ന് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഒരുപാട് അഭിപ്രായങ്ങളും നിങ്ങളുടേതായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടാം. പിന്നെ പോരാത്തതിന് ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് വരാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ കാര്യം കിട്ടും, ഞാൻ ഇതിന്റെ പ്രൂഫോ കാര്യങ്ങളൊന്നും ഇടാൻ ഇതിന് പറ്റില്ല. കാരണം അവിടെ ഓരോ ഭാഗത്തും എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി പാടില്ല, ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ. പിന്നെ അപ്പൊ നിയമവിരുദ്ധമായിട്ട് നമ്മളത് ചെയ്യാനൊന്നും നിന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ തെളിവുകൾ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഇതൊക്കെ അനുഭവസ്ഥരെടുത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും പറയാട്ടോ, അതിനൊന്നും പ്രോബ്ലം ഇല്ല. എന്തായാലും നിങ്ങളുടെ കോപ്പറേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ അതിന്റെ ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അതിങ്ങനെ നിലനിന്നപ്പോ നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടൂലേ. അപ്പൊ 2.5 വർഷം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ട് ഇന്നും എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും, കമ്മ്യൂണിക്കേഷൻ കൈമാറാറൊക്കെ ഉണ്ട്. അവര് മലപ്പുറത്താണ്, സൽമാൻ ആണ് പേര്. അതുപോലെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് അമ്മക്കുട്ടീനെയാണ്. അമ്മക്കുട്ടി മീൻസ് നല്ല തമാശയും കാര്യങ്ങളൊക്കെ. അമ്മക്കുട്ടിയുടെ മോളെ ഡെലിവറിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അഖിലക്കുട്ടിയുടെ 2 ബേബീസാണ് അഖിലക്കുട്ടി കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നത്. എന്തായാലും നല്ല നല്ല ഫ്രണ്ട്സിനെയും നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ കിട്ടിയില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും മെഡിക്കൽ കോളേജിന് സപ്പോർട്ട് ചെയ്യാം. മെഡിക്കൽ കോളേജ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ്. നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ടാവുന്ന നമുക്ക് എന്തുമാണ് ഡോക്ടേഴ്സിനോട് നമുക്ക് എന്തും തുറന്ന് പറയാം. പിന്നെ മാത്രമല്ല ജീവന്റെ തുടിപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കിട്ടുമെന്ന് പ്രതീക്ഷയോടുകൂടി നമുക്ക് ചെല്ലാൻ സാധിക്കും. ഇപ്പൊ ഹോസ്പിറ്റലുകളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന എന്താ പറയാ ഒരുപാട് മാഫിയകൾ തന്നെ ഉണ്ട് അല്ലെ. ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ മെഡിക്കൽ കോളേജിലില്ല. അതൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും എല്ലാ ഫ്രണ്ട്സും ഇത് ലാവിഷായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ബൈ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം നിങ്ങളുടെ ആമിന ഷമീർ. ബൈ.